124ാമത് മാരാമൺ കൺവെൻഷൻ പുതുചൈതന്യത്തോടുകൂടി പമ്പ മണൽപ്പുറത്ത് തുടക്കം കുറിച്ച് ശതോത്തര രജത ജൂബിലിയിലേക്ക് കടന്നിരിക്കുകയാണ്. മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മാരാമൺ കൺവെൻഷൻ നമ്മുടെ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ റൈറ്റ് റെവറൻഡ് ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഒരു വേദഭാഗം ഞാൻ ഈ സമയത്ത് അനുസ്മരിപ്പിക്കട്ടെ. കർത്താവ് ഉപമകളിൽ സംസാരിച്ചു. ആ ഉപമകളുടെ അർത്ഥം എന്ത് എന്ന് അവർ ചോദിച്ചു. അപ്പോൾ അനുസ്മരിപ്പിച്ചത് ഇപ്രകാരമാണ്: വിത്ത് വിതയ്ക്കുന്നതിന് ഉപമയെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്. വിത്ത് എന്ത്? വചനം. വചനം വിതയ്ക്കപ്പെടുന്നു. അത് വീഴുന്നത് എവിടെയൊക്കെ? പാറപ്പുറത്ത് വീഴുന്നു. വേരിറക്കുവാൻ നിർവാഹമില്ലാതെ അത് നഷ്ടപ്പെട്ടു പോകും. ആഴമില്ലാത്തതായ മണ്ണിൽ വീഴുന്നു. വേര് വ്യാപിക്കുവാനായിട്ട് ഇടമില്ലാത്തതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകും. പിന്നീട് മുള്ളിൻ്റെയും മുൾപ്പടപ്പിൻ്റെ അകത്ത് വീഴുന്നു, കിളിർത്തു വരുന്നു. പക്ഷെ അതുവരെങ്കിൽ സാഹചര്യങ്ങളുടെ പ്രാതികൂല്യത കൊണ്ട് അത് ശരിയായി വളരുന്നില്ല. ഇടയ്ക്ക് ഞെരുക്കങ്ങൾ, അനുകൂലതകളിൽ പാളി നടന്നും പ്രതികൂലതകളിൽ തളർന്നും ഇല്ലാതെയായിത്തീരുന്നു. എന്നാൽ നല്ല നിലത്ത് വീണ വിത്താകുന്നതുവരെങ്കിൽ അത് ശരിയായ ഫലം പുറപ്പെടുവിക്കും. ഇന്ന് മാർത്തോമാ സഭയിലെ എല്ലാ പള്ളികളിലും വായിച്ചതായിട്ടുള്ള ഒരു വേദഭാഗമാകുന്നുവല്ലോ ഇത്. സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ പ്രസിഡന്റായി സുത്യാഹ സേവനമനുഷ്ഠിക്കുന്ന റൈറ്റ് റെവറൻഡ് ഡോക്ടർ യുവാക്കിം മാർ കൂർലോസ് സിരിമേനിയായിരുന്നു ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ. 124ാമത് മാരാമൺ കൺവെൻഷനിലേക്ക് ചേർന്നു വരുവാൻ ഇടയാക്കിയ ദൈവത്തിന് സ്തോത്രം. ഏതൊരു നാടും ജീർണിക്കുന്നതിന് ദൈവവുമായി ആത്മബന്ധമില്ലാത്ത ജനസഞ്ചയത്തിൽ കൂടിയാണ്. ഏതൊരു ജീവിതവും അർത്ഥപൂർണമാകുന്നത് ദൈവവുമായുള്ള ആത്മബന്ധത്തിലേക്ക് ഉണരുന്നത് വഴിയാണ്. ആഫ്രിക്കയിലെ ഉഗാണ്ടയിലെ ആർച്ച് ബിഷപ്പ് ഓഫ് ദ ആംഗ്ലിക്കൻ ചർച്ച് റൈറ്റ് റെവറൻഡ് ജോൺ ടക്കർ മുഗാബെ സെന്റ് ആമു ആയിരുന്നു ഇന്നത്തെ മുഖ്യ പ്രഭാഷണം കൂടി വന്ന ഏവർക്കും നൽകിയത്. Christian life, if Jesus by the power of the Spirit was not daily forgiving me, ഓരോ ദിനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ എന്നെ വഴി നടത്തുന്നില്ല എങ്കിൽ ഒരിക്കലും ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ എനിക്ക് കഴിയുകയില്ല. മാരാമൺ മണൽപ്പുറം ഹരിതസുന്ദരമായി സൂക്ഷിക്കുവാനായിട്ട് നമ്മുടെ കേന്ദ്ര യുവജന സഖ്യം ക്ലീൻ മാരാമൺ എന്ന പദ്ധതി രൂപീകരിച്ച് ഇവിടെ എല്ലാം ക്ലീനാക്കുന്നു, വൃത്തിയാക്കുന്നു. നമുക്കതിലേക്ക് പോകാം, കാഴ്ചയിലേക്ക് കാണാം. പന്തലും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ക്ലീൻ മാരാമൺ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ചില വർഷങ്ങളായി മാർത്തോമാ യൂനിസഖ്യമാണ് ഈ വലിയ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ ദിവസങ്ങളിൽ വിവിധ ഭദ്രാസനങ്ങളിലെ യുവജനസഖ്യാംഗങ്ങളും കേന്ദ്ര ജനറൽ കമ്മിറ്റി അംഗങ്ങളുമാണ് ഈ ക്ലീൻ മാരാമൺ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. ദൈവത്തിൻ്റെ ലോകം, അതിനെ സംരക്ഷിക്കുക, മലിനമാകാതെ സൂക്ഷിക്കുക എന്നുള്ള വലിയൊരു സന്ദേശവും കൂടെ ക്ലീൻ മാരാമൺ പരിപാടിയിലൂടെ ഈ കൂടി വരുന്ന ജനസമൂഹത്തിന് നൽകുന്നതിനായിട്ടാണ് ഇങ്ങനെയൊരു പരിപാടി യുവജനസഖ്യമായി ഏറ്റെടുത്ത് നടത്തുന്നത്. മാർത്തോമാ യുവജനസഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്ലീൻ മാരാമണ്ണാണ് എൻ്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ക്ലീൻ മാരാമണ്ണിന് നേതൃത്വം നൽകുന്നത് മാർത്തോമാ യുവജനസഖ്യത്തിൻ്റെ ജനറൽ കമ്മിറ്റി അംഗങ്ങളാണ്. ഇതിൽ അച്ഛന്മാരും വിവിധ ഭദ്രാസനത്തിൽ നിന്നും വന്നിരിക്കുന്ന യുവജനസഖ്യത്തിലെ ജനറൽ കമ്മിറ്റിയിലെ അംഗങ്ങളും എല്ലാം കൊണ്ട് ചേർന്നാണ്. മാരാമണ്ണിൽ കടന്നു വരുന്ന ആളുകൾ കൊണ്ടുവരുന്ന പലപ്പോഴും ഉപയോഗിക്കാവുന്നത് ഉപയോഗശൂന്യമായ പേപ്പറുകളുമൊക്കെ ഈ പന്തലിലിട്ട്
വൃത്തിഹീനമാകാറുണ്ട്. പക്ഷേ എന്നാൽ ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും ഈ പന്തലിനെ ക്ലീൻ ആക്കുക എന്നുള്ളതാണ് ഈ ക്ലീൻ മാരാമൺ പ്രോഗ്രാമിലൂടെ നടക്കുന്നത്. ഭദ്രാസൻ നമ്മുടെ മർത്തമ സഭയിലെ യുവജനസഖ്യ അംഗങ്ങളാണ് ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത്. വിവിധ ഭദ്രാസനത്തിലെ യുവജനസഖ്യ അംഗങ്ങൾ ഇതിനുവേണ്ടി എല്ലാ ദിവസവും 50ഉം 60ഉം വരുന്ന ഒരു സമൂഹം ഈ മണൽപ്പരപ്പിൽ വരികയും ഉച്ച കഴിഞ്ഞുള്ള സമയം ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളിൽ പന്തലിലുടനീളവും പരിസര പ്രദേശങ്ങളിലുള്ള പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മറ്റ് ഇതര മാലിന്യങ്ങൾ പറക്കി ഈ പന്തലിനെ വീണ്ടും ഉപയോഗയോഗ്യമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിലൂടെ വലിയൊരു സന്ദേശം നൽകുന്നുണ്ട്. നമുക്ക് നമ്മുടെ പരിസ്ഥിതിയെ ശരിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. പത്രങ്ങളോ അല്ലെങ്കിൽ പേപ്പർ മാലിന്യങ്ങളോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ എല്ലാം ഈ പമ്പയുടെ നൈർമല്യത്തെ ഇല്ലാതാക്കും. അതുണ്ടാകാതിരിക്കാനുള്ള യുവജനസഖ്യ അംഗങ്ങളുടെ ഒരു വലിയ ശ്രദ്ധയാണ് ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ഈ പ്രദേശത്തിന് ഈ വരുന്ന ആളുകൾക്ക് നമ്മൾ കാണിക്കുന്നത്. താങ്ക് യു അച്ഛ. മാരാമൺ കൺവെൻഷനിലെ പരിപൂർണ സുരക്ഷ ഒരുക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് വന്നിട്ട് ഒരു മൊബൈൽ ടാങ്ക് യൂണിറ്റ് വന്നിട്ടുണ്ട്. അതിൽ മൊത്തം 10ഓളം ജീവനക്കാർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ 2 പോർട്ടൽ പമ്പ് അഡീഷണലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എന്ത് സെറ്റപ്പിനുണ്ടായാലും ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണ്. ഇവിടെ ആയാലും ഷെഡിലായാലും ശരി തന്നെ, മുകളിലായാലും ശരി തന്നെ. പമ്പൊക്കെ വന്നിട്ട് നമ്മുടെ ഈ ഷെഡിൻ്റെ സമീപത്ത് തന്നെ വെച്ചിട്ടുണ്ട്. 2 പമ്പും എത്ര ഏരിയയിൽ എന്തെങ്കിലും ഉണ്ടായാലും ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണ്.